മത്തായിയുടെ സുവിശേഷത്തിലെ 25-ാം അധ്യായത്തിലാണ് നമ്മൾ വിവേകമതികളെയും വിവേകശൂന്യകളെയും പറ്റി വായിക്കുന്നത്. ഇതിൽ വിവേകശൂന്യകളുടെ പ്രവൃത്തിയിലെ വിവേകരാഹിത്യമായി ബൈബിൾ പറയുന്നത് അവർ മണവാളിനെ എതിരേക്കാൻ പോയപ്പോൾ കയ്യിൽ എണ്ണ കരുതിയില്ല എന്നുള്ളതാണ്. എന്താണ് ഈ എണ്ണ കരുതാത്ത എഴുന്നള്ളത്തുകൾ? തങ്ങൾ പുറപ്പെട്ടത് എന്തിനാണെന്ന് ഓർക്കാതെ വെറുതെ ചാടി പുറപ്പെടുന്നതാണ് എണ്ണ കരുതാത്ത എഴുന്നള്ളത്തുകൾ. ഇന്ന് ആനുകാലിക സംഭവങ്ങളിൽ പ്രതികരിക്കുന്ന പലരും എന്തിനാണ് പ്രതികരിക്കുന്നത് എന്ന് പോലും ഓർക്കാതെയാണ് അപ്രകാരം ചെയ്യുന്നത്. അവസരവാദത്തിൻ്റെ ആൾരൂപമായിരിക്കെ അഭിമന്യ പിതാവിനെ അപ്രകാരം വിളിക്കുന്ന മുഖ്യമന്ത്രിയും അനുസരണക്കേട് അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ബേബിച്ചേട്ടൻ്റെ പോപ്പിനോടുള്ള പിതാവിൻ്റെ അനുസരണത്തിൻ്റെ ആഹ്വാനത്തെയും വിവേകശൂന്യങ്ങളുടെ നിലപാടിനോടല്ലാതെ മറ്റെന്തിനോടാണ് ഉപമിക്കുക? കർഷകൻ്റെ കണ്ണീരൊപ്പാൻ കടമയുണ്ടായിരിക്കെ കടക്കണിയിൽപ്പെട്ട് കൈകാലിട്ടടിക്കുന്ന കർഷക സമൂഹത്തിന് നേരെ കണ്ണടച്ച് കൈയിട്ട് വാരാൻ വെമ്പുന്നവരായി ഭരണകൂടം മാറുമ്പോൾ, അതിനെതിരെ ശബ്ദമുയരുമ്പോൾ കണ്ണടച്ചിരുട്ടാക്കി കലവില പറയുന്ന നേതാക്കളുടേത് കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഉത്തരം ആവശ്യപ്പെടുന്ന ചോദ്യമായി ഉയരും. കരുതാത്ത കരങ്ങൾക്ക് ഇനിയും അധികാരം വേണമെന്നോ? കരുതും കരങ്ങളിൽ അധികാരമേൽപ്പിക്കാൻ കാലമിനി ഏറെയില്ല എന്നോർക്കുക. ഈ സമൂഹം എന്തിനാണ് തങ്ങളെ ഭരണകർത്താക്കളായി തിരഞ്ഞെടുത്തതെന്ന് ഓർക്കാതെ തലമറന്ന് എണ്ണ തേക്കുന്നത് ആർക്കും ഭൂഷണമല്ലെന്ന് കർഷക സമൂഹം നിങ്ങളെ ബോധ്യപ്പെടുത്തും. തെറ്റുകൾ തിരുത്താതെ പത്രമാധ്യമങ്ങളിൽ പ്രസ്താവന നടത്തുന്നത് എണ്ണ കരുതാത്ത എഴുന്നള്ളത്തുകളാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു.